3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. ശരിക്കും പറഞ്ഞാൽ നീലൂട്ടന് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പല്ല് വന്നിട്ടുള്ളത്. 7-ാം മാസത്തിൽ പല്ല് വന്നിട്ടുണ്ട്, താഴെ ചെറിയ 2 പൊട്ട് പോലെ. പക്ഷെ പെട്ടെന്ന് മോള് നോക്കുമ്പോൾ 4 പല്ല്. പല്ലൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും പല്ലട വെക്കാൻ ലേശം വൈകി. ഇപ്പം മോന് 10th മന്ത് സ്റ്റാർട്ടായി. പിന്നെ അച്ഛനും അമ്മയും അനിയനൊക്കെ വന്നപ്പോൾ വിചാരിച്ച് അപ്പം തന്നെ തുടങ്ങാണ്. അപ്പോൾ ഇതാ പല്ലട ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഓരോരുത്തർ. ഇവിടെ ഇതാ അവർ രണ്ടുപേരും കൂടി നീലൂട്ടൻ്റെ പല്ലട എന്നുള്ളത് നല്ല അടിപൊളിയായിട്ട് എഴുതുന്നുണ്ട്. അപ്പം നമുക്ക് നീലൂട്ടൻ്റെ ക്യുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്ന് കണ്ടാലോ? ഇന്നത്തെ ഔട്ട്ഫിറ്റ് രാധമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ തന്നെ നീലൂട്ടൻ നല്ല കുട്ടിയായിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നുണ്ട്. എവിടെയോ പോവാന്ന് വിചാരിച്ചിട്ടായിരിക്കും. നീലൂട്ടൻ്റെ ഈ കോമ്പില്ലേ, ഇത് വെച്ചിട്ട് അവന് ഹെയർ കോമ്പ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലോണം ഇങ്ങനെ നിന്നേരും. അങ്ങനെ തന്നെ ഞങ്ങൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി താ നമ്മൾ എന്തെടുക്കും എന്നുള്ളത് നോക്കാം. നമ്മൾ കാറും ചെണ്ടയും ബുക്കും പൈസയും പാസ്പോർട്ടും കീയും ചെയിനും അടയും മുച്ചിളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം നീലൂട്ടൻ ആദ്യം എടുത്തത് കാറാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് അറിയില്ല, ചിലപ്പം വലുതാകുമ്പോൾ ഒരുപാട് കാറൊക്കെ വാങ്ങുന്നതായിരിക്കും. പിന്നെ അതാ സ്വർണ്ണമാലയാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ സ്വർണ്ണമാലയോടുണ്ട് ഭയങ്കര ക്രേസ്. ഒരാളെ കഴുത്തിൽ മാല പോലും ഓൻ വെറുതെ വിടുമൊന്നുമില്ല. പിന്നെ മൂന്നാമതായിട്ട് എടുത്തത് മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഞ്ചിരിക്കാട്ടിലെ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ ബുക്കാണ് കേട്ടോ. ഈ കഥ വായിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കേട്ടിരുന്നോളും, കാണാൻ തന്നെ രസമാണ്. ഫസ്റ്റത്തെ 3 നോക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ എടുപ്പിച്ചിട്ട് അപ്പം അതാ ഇരുന്നിട്ട് രാമായണമൊക്കെ ഇരുന്ന് വായിക്കുന്നുണ്ട്. കണ്ടാത്തൊന്നും ഒക്കെ അപ്പം വായിക്കുന്നു. പിന്നെ അതാ ഒരു 500 നോട്ട് എടുത്ത് കയ്യിൽ പിടിച്ച്. അപ്പം നീലുവിൻ്റെ പല്ലട വിശേഷം ഇവിടെ കഴിഞ്ഞു. അപ്പം ടാറ്റാ.